ചർച്ചയിലേക്ക് വരാം. ബി.ജെ.പി. നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, പത്തനംതിട്ട മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ മറ്റ് അതിഥികൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിനും വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അതിനിടയിൽ റബ്ബർ കർഷകർ ഉൾപ്പെടെ ഉള്ള മേഖലയാണ്, മലയോര കർഷകർ ഉൾപ്പെടെയുള്ള മേഖലയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എത്തുമ്പോൾ ഈ വിഭാഗങ്ങളെയൊക്കെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ റബ്ബർ കർഷകർ തന്നെ, കേരളത്തിലെ റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അവരുടെ വേദന LDFും UDFും കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ബജറ്റിലും 10 രൂപ ഉയർത്തിവെക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറായി. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ റബ്ബറിന്റെ വില കുതിച്ചുയരുകയാണ്. അപ്പോഴും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കർഷകർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലുള്ള ചടുലമായ നീക്കങ്ങളില്ല. അപ്പോൾ പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനും ഇതിനു മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിനെ കുറ്റപ്പെടുത്താനും ഒക്കെ ഈ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ തങ്ങൾ എന്തു ചെയ്തു എന്നുകൂടി പറയേണ്ടി വരില്ലേ BJPക്ക്? അങ്ങനെയുള്ള സംശയത്തിന് മറുപടി നൽകാൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് സാധിച്ചിട്ടുണ്ടോ? അല്ല, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ നാളിതുവരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലോക്സഭയിലേക്ക് റെപ്രസെന്റേഷൻ ഉണ്ടായിട്ടില്ല. നിയമസഭയിലും ഉണ്ടായി, നേരത്തെ ഒരിക്കൽ ഉണ്ടായി, ഒരു സീറ്റ് കിട്ടി എന്നതിനപ്പുറത്ത് പിന്നെ പഴയ വർഷങ്ങൾക്ക് മുമ്പ് NDA എന്നുള്ള നിലയിൽ PC തോമസ് ഭാഗമായി വിജയിച്ചിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരുന്നു. അതെ, അത് കഴിഞ്ഞത് വിധി അവർക്ക് അനുകൂലമായി തന്നെ വന്നു. അത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതല്ല. അപ്പൊ NDAക്ക് കേരളത്തിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ് ഒന്ന്. രണ്ട്, ഈ തെരഞ്ഞെടുപ്പിന് ഇപ്പോ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ BJPക്ക് കാര്യമായ പരിഗണനയോ പ്രാതിനിധ്യമോ കേരളത്തിലെ ജനസമൂഹം നൽകാഞ്ഞിട്ട് പോലും കേരളമടക്കമുള്ള ഭാരതത്തിലെ എല്ലാ പ്രദേശത്തിനും തുല്യ പരിഗണനയിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സർക്കാർ, ആ സർക്കാരിന്റെ തലവൻ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി ഇന്ത്യ മഹാരാജ്യത്താകെ നടത്തിയിട്ടുള്ള വികസനം, അതിനപ്പുറത്ത് സാധാരണ ജനങ്ങൾക്ക് അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണ്? ആഹാരം വേണം, പാർപ്പിടം വേണം, കുടിവെള്ളം വേണം. അപ്പോൾ ജലജീവൻ പദ്ധതിയിലൂടെ കുടിവെള്ളം, അതുപോലെ എല്ലാവർക്കും ആഹാരത്തിന് അരി കിട്ടുന്ന പദ്ധതികൾ, ഗോതമ്പ് കിട്ടുന്ന പദ്ധതികൾ, പാർപ്പിടം കിട്ടുന്ന പദ്ധതി, ഇങ്ങനെ അടിസ്ഥാന അക്കാര്യം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിൽ മാത്രം ജൽജീവൻ മിഷൻ വഴി 3.15 ലക്ഷം പേർക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു. 5 ലക്ഷം പേർക്ക് സൗജന്യ റേഷൻ, വളർത്തു മൃഗങ്ങൾക്കടക്കം വാക്സിൻ നൽകിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉയർത്തി പറയുമ്പോൾ ഇതൊക്കെ പറയാൻ കേരളത്തിലെ നേതാക്കൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ടായിരുന്നു. അതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റു വിഷയങ്ങൾ, ഉദാഹരണത്തിന് പുരോഹിതർ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നു. കേരളത്തിൽ എത്ര പുരോഹിതർ ആക്രമിക്കപ്പെടുന്നുണ്ട്? ഉത്തരേന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന പുരോഹിതരുടെ എണ്ണം എത്രയാണ്? കേരളത്തിന്റെ ക്രമസമാധാന നില പാടെ തകർന്നു എന്ന് പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നിടത്തടക്കം വലിയ തോതിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നു. മണിപ്പൂർ പോലെയുള്ള സംഭവങ്ങൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകുന്നു. അവിടെയൊന്നും ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനോ അഭിസംബോധന ചെയ്യാനോ തയ്യാറാകാത്ത പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ താരതമ്യേന എല്ലാ സൂചികകളിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ വന്ന് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് വോട്ടർമാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളതാണ്. വോട്ടർമാർക്ക് 100% ഉൾക്കൊള്ളാൻ സാധിക്കും അഭിലാഷ്. അതായത് പത്തനംതിട്ടയിലെ ജനങ്ങളെയാണ് അദ്ദേഹം പ്രസംഗത്തിൽ പ്രധാനമായും അഭിസംബോധന ചെയ്തത് എന്ന് അത് കേട്ടവർക്കറിയാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായിട്ട് അവിടെ മത്സരിച്ചിട്ടുള്ള BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ എനിക്ക് എന്റെ നാടാണ്, പൂഞ്ഞാറുണ്ട്, അതേപോലെ ചങ്ങനാശ്ശേരി അടുത്താണ്. എനിക്ക് ഈ പ്രദേശങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിച്ച പുരോഹിതനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തല്ലേ പൂഞ്ഞാറില് ഒരു പള്ളിയിൽ കയറി വലിയ അക്രമം ഉണ്ടായില്ലേ? അതൊരു ആസൂത്രിതമായ അക്രമമായി നമുക്ക് കണക്കാക്കാൻ പറ്റുമായിരുന്നോ? അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം അതിനെ അപലപിച്ചില്ലേ? അപ്പൊ അങ്ങനെയുള്ള മുഖ്യമന്ത്രി അതിനെ അപലപിച്ചു. മണിപ്പൂർ സംഭവത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രി അപലപിച്ചതുകൊണ്ടായോ? ഇപ്പൊ നിങ്ങൾ മണിപ്പൂരിനെ നോക്കി ഇങ്ങനെ പറയുമ്പോ, അല്ലെ മറ്റു പ്രദേശത്തെ കുറിച്ച് പറയുമ്പോ എല്ലാ തരത്തിലും പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന കേരളത്തിൽ ഇതാണ് നടക്കുന്നത്. അത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിനുള്ളിൽ ഇത് നടന്നു എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് ഒരിക്കൽ കൂടി ഓർക്കാനുള്ള അവസരമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ആ പരാമർശം.
അപ്പൊ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ പോലെയുള്ള ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, ലോകത്തിന്റെ 5ാം നിരയിലേക്ക് ഭാരതത്തെ ഉയർത്തി എത്തിച്ച പ്രധാനമന്ത്രി, ഇനിയും ഒരു ബദലായി പ്രതിപക്ഷത്ത് ആരെയും കാണിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം, ഇങ്ങനെയെല്ലാം ഉള്ള വേളയിൽ അദ്ദേഹം നേരിട്ട് വന്ന് അനിൽ ആന്റണിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ വൈവിധ്യങ്ങളുള്ള പത്തനംതിട്ട, ക്രൈസ്തവ വിഭാഗങ്ങൾ എല്ലാ വിഭാഗങ്ങളും അധിവസിക്കുന്ന പത്തനംതിട്ട, അപ്പൊ ഇതര ഹിന്ദു വിഭാഗങ്ങൾ അവർക്കും എല്ലാവർക്കും ശബരിമലയുടെ ആസ്ഥാനം, അതേപോലെ മാരാമൺ കൺവെൻഷന്റെ ആസ്ഥാനം, അപ്പൊ ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ആ പാർലമെന്റ് മണ്ഡലത്തിലെ ജനസമൂഹത്തിന് ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വന്ന് ഒരു മോദി ഗ്യാരണ്ടി നൽകുകയാണ്. മോദിയുടെ ഗ്യാരണ്ടിയാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ആ മണ്ഡലത്തിന്റെയും കേരളത്തിന്റെയും സമഗ്ര വികസനത്തിനുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള ഒരു വഴി തുറക്കാൻ അദ്ദേഹം ആ മെസ്സേജ് അവിടുത്തെ വോട്ടർമാർക്ക് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ നാട്ടിലെ വിദ്യാസമ്പന്നരായ വോട്ടർമാർ, ഈ നാട്ടിലെ കാര്യങ്ങളെ അപഗ്രഥിക്കാൻ ശേഷിയുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന കേരളീയ സമൂഹം, ആ സമൂഹത്തിൽ മധ്യ കേരളത്തിന്റെ പത്തനംതിട്ട എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പൊ ഇന്നത്തെ ദിവസം തന്നെ റബ്ബർ വിലയെ സംബന്ധിച്ച് ചെറുതായിട്ടൊരു കാര്യമാണെങ്കിൽ കൂടി ഇന്ന് കേന്ദ്ര സർക്കാർ അതിനെയും അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇന്നലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുവാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾ ഇന്നലെ വരെ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യാൻ, പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം അഭിസംബോധന ചെയ്താൽ അത് ജനങ്ങൾ തിരിച്ചറിയില്ലേ ശ്രീ രാധാകൃഷ്ണൻ? ജനങ്ങൾ തിരിച്ചറിയണം. ജനങ്ങൾക്ക് അവരാവശ്യപ്പെടുന്ന കാര്യം കൊടുക്കാൻ തയ്യാറുള്ളതാണ് ഈ സർക്കാർ. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ള BJP NDA മുന്നിൽ വെച്ചിട്ടുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ കാശ്മീരിന്റെ കാര്യത്തിൽ മുതൽ കേരളത്തിലും ഭാരതത്തിലുമുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വിഷയങ്ങളെയും അഭിസംബോധന ചെയ്ത് തീരുമാനമെടുത്ത സർക്കാർ. അങ്ങനെ തീരുമാനമെടുക്കുന്ന സർക്കാരാണ്, തീരുമാനമുള്ള സർക്കാരാണ്, ഗ്യാരണ്ടിയുള്ള സർക്കാരാണ്. ഇതാണ് ആ സർക്കാർ നൽകുന്ന സന്ദേശം. ശരി. അപ്പൊ ആ ഗ്യാരണ്ടി ഇവിടെ ഈ അദ്ദേഹം സൂചിപ്പിച്ചുവല്ലോ, കേരളത്തിൽ 2 അക്കത്തിലെത്തുന്ന വിജയം ആവശ്യമുണ്ട്, 400-ലെത്താൻ. ഇപ്പോ BJP മത്സരിക്കുന്നത് 400-ന് വേണ്ടിയാ, കോൺഗ്രസ് മത്സരിക്കുന്നത് 40-ന് വേണ്ടിയാ, CPM മത്സരിക്കുന്നത് 4-ന് വേണ്ടിയാ. ഇതാണ് ഈ വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിലെ. അപ്പൊ 4-നും 40-നും 400-നും വേണ്ടിയുള്ള മത്സരം നടക്കുമ്പോ ഈ കേരളത്തിലെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കണം, എവിടെ നിൽക്കണം, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി നിരന്തരം കേരളത്തിന്റെ പല പ്രദേശത്തും എത്തിയപ്പോൾ നടത്തിയ പ്രസംഗങ്ങളിലൂടെ കേരളീയ സമൂഹത്തിന്, മലയാളി സമൂഹത്തിന് നൽകുന്ന സുപ്രധാനമായ സന്ദേശം. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ജിൻഡോ. ഇവിടെ